നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് വിളിച്ച വിളിപ്പുറത്താ. അത് എന്താ പരിപാടി ഇന്ന് പ്രത്യേകിച്ച് എന്താ പരിപാടി? പൊന്നു ഷേവിങ് കാലത്തൊക്കെ പോയി ഇന്നലെ. ഇപ്പൊ ഞങ്ങളായി പിന്നെന്താ ഇപ്പൊ ആഗസ്റ്റ് 15 അപ്പൊ മറ്റന്നാ 13 അപ്പൊ നമുക്ക് ഇയാൾക്ക് പതാക പഠിക്കുന്ന ഞാൻ എന്തൊട്ട് കാര്യമാണ് ചോദിച്ചത്. അവരെത്ര ദിവസമായി പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് മറക്കാൻ പാടില്ല. നമുക്ക് ട്രിപ്പ് പോവാൻ. അതെ, നമ്മള് മൂന്നാറ് വഴി ഞാനും ഇല്ല കേട്ടോ. അപ്പൊ എന്താ പറയാ, എന്താ പറയാമെന്നല്ലോ. ഇന്നലെ ഇട്ടപ്പോഴേ കമന്റിന് ഒരു റിപ്ലൈ എന്താ, ഞാൻ ഇങ്ങനെ ഓണാഘോഷത്തിന്റെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ഒരു വീട്ടിൽ ഒരാളൊക്കെ ഞാൻ ആൾക്കാരുടെ ബാക്കിയോ ആൾക്കാരുടെ സന്തോഷമോ അല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ സഹായിക്കുന്നത്, മുൻകൈ എടുത്ത് സഹായിക്കുന്നത് ഇങ്ങനെ കുറേ ജനങ്ങളാണ്, ബിസിനസ്സുകാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു വർഷത്തെ കച്ചവടം അവരുടെ ആയാലും സാധാരണക്കാരുടെ ആയാലും. ഇപ്പോൾ വയനാട് ദുരന്തമുണ്ട്, അവർക്ക് സഹായമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരായിട്ട്. പക്ഷേ ഈ ചെറിയ കച്ചവടക്കാരുണ്ടല്ലോ, അവർക്ക് ഈ ഓണത്തിൻ്റെ കച്ചവടം കിട്ടിയില്ലെങ്കിൽ അവരുടെ വീട്ടിലെ അവസ്ഥ എന്താ, അവർക്ക് ആരും കൊണ്ട് കൊടുക്കുക? അത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അവർക്ക് ആരും കൊണ്ടു കൊടുക്കാല്ല. വയനാട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിനെന്നാണ് ജനങ്ങളിപ്പോൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പക്ഷെ വല്ല കച്ചവടം നടത്തിയിട്ട് വേണം എന്തെങ്കിലും വീട്ടിൽ കാര്യം ചെയ്യാൻ എന്നുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ആരും കൊടുക്കില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമല്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്താ ചെയ്യുന്നത്, അതായത് ഞാൻ ആരും ഇപ്പോൾ ഓണ ഷൂട്ടുകൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഓണം ആരുമൊക്കെ വേണ്ടെന്നാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ നോക്കി ഇഷ്ടം പോലെ ഓണ ഷൂട്ടുകളും കാര്യങ്ങളും. അപ്പം അതൊരു വിഭാഗം ആൾക്കാർ അത് തുടങ്ങി. നല്ല തിരക്കാണ്, തുണിക്കടയിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ മേടിച്ചിട്ടല്ല, മേടിക്കുന്നില്ല. അവർ വഴി കൂടെ പോകുമ്പോഴേ നമുക്ക് തുണിക്കടയിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ എന്താ പറയുക, അങ്ങനെ. അപ്പം നമ്മൾ വേണോ വേണ്ടതെന്നില്ല, അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ കച്ചവടങ്ങളും കാര്യങ്ങളും അങ്ങനെ വെച്ച് പറഞ്ഞാലാണ്. വേറൊരു മീനിങ്ങും കാര്യങ്ങളും കാണേണ്ട കാര്യമില്ല. നമുക്ക് അതിന് വിഷമില്ലാണ്ടല്ല, നമ്മളതിന് പങ്കെടുക്കാത്ത ആൾക്കാരല്ല, അത് വേറെ കാര്യം. നമ്മളെല്ലാവരും സഹകരിക്കുന്ന കൂട്ടത്തിലല്ലേ. ഒരു ആപത്ത് വന്നു നമുക്ക് അറിയാം ആ ഒരവസ്ഥ എന്താ, അപ്പോഴത്തെ സാഹചര്യം എന്താന്ന്. പക്ഷെ അതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ആലോചിക്കണ്ടോ. അവർ വന്നു, അവർക്ക് അവർ വന്നു ആപത്ത്. പക്ഷെ ഒരു കച്ചവടം കൊണ്ട് ഒരു എത്രയോ കുടുംബങ്ങൾ കഴിയുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. ഇപ്പോൾ ഈ നമുക്ക് തന്നെ ഈ ഓണ സീസൺ ഞങ്ങൾക്ക് ചെറുതായിട്ട് അടിക്കുന്നത് അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? ഷൂട്ടല്ല. അതായത് ഈ ഓണത്തിന് ഓണ സെലിബ്രേഷനുകളും സ്കൂളുകളും കോളേജുകളിലും വയ്ക്കുമ്പോൾ കുട്ടികൾ വന്നിട്ട് റെൻറ്റിനെടുത്ത് പോകാറുണ്ട്. ഓണ സമയത്ത് ചെറിയ ചെറിയ മാലകളും ചെറിയ ചെറിയ കമ്മലുകളൊക്കെ റെൻറ്റിന് വേണ്ട. രക്ഷയില്ല. സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ഇല്ല. അപ്പം ഞങ്ങളുടെ കച്ചവടത്തിന് ഞങ്ങൾക്ക് ബാധിച്ചു വേണ്ട. നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാൻ കാരണം, ഞങ്ങൾക്ക് ഹോട്ടലിട്ടിട്ട് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ആദ്യത്തെ ഞങ്ങളുടെ പരാജയം ഉണ്ടായത് ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറിയപ്പോൾ. ആ ഒരു വർഷം ശബരിമലയ്ക്ക് ആരും പോയില്ല. നമ്മൾ ആ ഒരു ശബരിമല സീസണാണ്. അടുത്ത വർഷത്തെ ശബരിമല സീസൺ വരെ തയ്യപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു കാശ് നമുക്ക് അതിന് കിട്ടും. അതായത് അഡ്ജസ്റ്റ്മെൻറ്റിന് പോവാനുള്ള കാശ് കിട്ടും. അപ്പോൾ ആ കച്ചവടം കിട്ടിയില്ല. 15 ലക്ഷം കടമാണ് ഞങ്ങൾക്ക് വന്നത്. അപ്പം നമുക്കറിയാം, ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിന് എന്തെങ്കിലും ഒന്ന് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളണം, നമുക്ക് എത്രത്തോളം അത് ബാധിക്കും എന്നുള്ളത്. ചെറിയ കച്ചവടക്കാരുടെ കാര്യമാണല്ലോ മെയിൻ. എന്താ വെച്ചാൽ അവർക്ക് ആരും ഒന്നും കൊടുക്കുന്നതല്ല, ആരും കട ചോദിച്ച് തുടക്കാല്ലേ. കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരാണ് ഏറ്റവും ഇതിൽ കഷ്ടപ്പെടുന്നത്. കാശുള്ളവരെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ വലിയമാർക്ക് വലിയ നിലയ്ക്കൊക്കെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ സാധാരണക്കാരെന്ത് ചെയ്യും? നമ്മളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ മാലകളും കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു കമ്മലുകളൊക്കെ ഓരോന്ന് റെൻറ്റിനും കാര്യങ്ങളും ഈ ഓണ സെലിബ്രേഷന് പോകണതാണ്. അപ്പം ഓരോരുത്തരുടെ ലൈഫിലും ചെറിയ നിലയ്ക്കായാലും ഈ ഓണ സെലിബ്രേഷൻ ബാധിക്കും എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ലൈഫിലായാലും ഞങ്ങൾക്ക് ബാധിച്ച കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഷോപ്പിൽ മാലയായാലും കമ്മലായാലും റെൻറ്റിന് പോവില്ല. ഓണ സെലിബ്രേഷൻ കാരണം വേണ്ടെന്ന് വയ്ക്കുമ്പോൾ അപ്പോൾ ഓരോ ലൈഫിലും ഓരോരുത്തർക്കും അത് ബാധിക്കും. അതിപ്പോൾ അത്ര പറഞ്ഞോളാം. അതിനിപ്പോൾ നമ്മൾ വേറെ വലിയ അർത്ഥങ്ങളോ വലിയ കാര്യങ്ങളോ ഒന്നും കാണേണ്ട കാര്യമില്ല. ജീവിക്കേണ്ട നമുക്ക് എല്ലാവർക്കും ജീവിക്കണം അല്ലേ. അല്ല, ആരായാലും മരിച്ചു. പക്ഷെ ഇനി ജീവിച്ചിരിക്കണവരുടെ ജീവിതമാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്.
മരിച്ചു ജീവിച്ചിരിക്കുന്നവരുടെ ഞാൻ ചോദിച്ചാൽ അവരുടെ ശരീരമുള്ള വിഷമങ്ങളും കാര്യങ്ങളും അവരുടെ ജീവിതമാർഗം ഞാൻ ഒരു നാളെ എവിടേക്ക് ജീവിച്ചിരിക്കുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളും ഉള്ളത്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ എന്നോട് ചോദിച്ചാൽ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും വീഡിയോ കാണിച്ചു തരുമോ, ചപ്പാത്തി കുഴക്കുന്നതൊക്കെ എങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ചപ്പാത്തി മാവ് കുഴക്കുന്നതിൽ ഒന്നും ചേർത്താറില്ല. ആകെ ചേർക്കുന്നത് ഉപ്പ്, ഓയിൽ, പച്ചവെള്ളം. ചൂടുവെള്ളത്തിൽ പോലുമല്ല, പച്ചവെള്ളത്തിൽ കുഴച്ച് നന്നായി കുഴയ്ക്കും. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കുന്നത് നന്നായി. ഇത് കുഴക്കാത്ത സമയത്ത് ഞാൻ അങ്ങനെ ചപ്പാത്തി അപ്പോൾ കുഴച്ച് പിന്നെ നമ്മൾ ഉരുട്ടി പരത്തുമ്പോൾ മൈദയിലിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുക. ഇത്ര തന്നെയാണ് നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാം. പിന്നെ ചുട്ടെടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഒരു സൈഡിനെ ഒരുപാട് നേരം ദോശത്തട്ടിൽ കിടക്കരുത്. അപ്പോൾ കല്ലിക്കും ചപ്പാത്തി. ഒന്ന് ജസ്റ്റ് ഇട്ടു, അതൊന്ന് ചൂട് വരുമ്പോൾ നമുക്ക് ആ കണ്ടല. അപ്പോൾ ഈ ഇപ്പുറത്ത് ഭാഗം ഒന്ന് എടുത്ത് പാട്ടിൽ നിന്ന് കുമ്പളകൾ ഇങ്ങനെ ചെറുതായി വരുമ്പോൾ അതെടുത്ത് ഇപ്പുറത്ത് കിട്ടും. 4-5 ലക്ഷം ചപ്പാത്തി മറിച്ചും തിരിച്ചിടും വേണം. പോളകൾ പൊന്തി വരുന്നതോട് കൂടിയിട്ട് വെളിച്ചെണ്ണ തേക്കരുത്, ഓയിലോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കുക ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ബാക്കി ചപ്പാത്തി അല്ല കുറേ ആൾക്കൊക്കെ ചിലപ്പോൾ പറഞ്ഞാലോ അത് മനസ്സിലാവാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയല്ല. ഞാൻ കുഴച്ച് സെറ്റ് ചെയ്യും. പകുതി ആയിരിക്കുള്ളത് ഞാൻ ചെയ്യാം, ബാക്കി എന്നിട്ട് ചെയ്യാം. എന്താ വെച്ചാൽ എൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ എത്ര വേണമെന്നുള്ളത് കുഴച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചപ്പാത്തി പൊടി നമുക്ക് എത്ര വേണമെന്നുള്ളത് ചപ്പാത്തി പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തി കുഴക്കാൻ പോവാണ്. അപ്പോഴേക്ക് പാചകമൊക്കെ സോപ്പിട്ട് കഴുകി വെള്ളമൊക്കെ വറ്റി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈയൊക്കെ കഴുകി ഇത് ചപ്പാത്തി പൊടിയിൽ ഞാൻ ഉപ്പും പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. അത് ഞാൻ ഉപ്പും പൊടി ഇട്ടതിൻ്റെ ശേഷം വീട്ടിൽ ഉണ്ടായാലും ഓർമ്മ അതുണ്ടത്. ഉപ്പും പൊടി മാത്രം ഇട്ടുള്ള വേറെ ഒന്നുമില്ല കേട്ടോ. കുണിക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാണ്. കുണിക്ക് സ്നാക്സ് എന്ത് കൊടുത്തേക്കുന്നുള്ള ഇതില്ല കേട്ടോ. അപ്പോൾ കുണിക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്നാക്സൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ കൊണ്ടുപോയി സാധനം വീട് വെച്ചിട്ട് കഴിക്കും ചില ദിവസം. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ചപ്പാത്തിയും നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ഉരുക്കിയതും പീനട്ട് ബട്ടറും കൂടിയിട്ട് പരട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ വെള്ളം കറക്റ്റ് വയ്ക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെച്ച് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ വരെ ഞാൻ ആക്കി കൊടുക്കും. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സെറ്റാക്കി എത്തുന്നതാണ്. നന്നായി കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുമ്മയ്ക്ക് 2-4 പ്രാവശ്യം ഇങ്ങനെ എറിയുക നല്ലോണം. ഞാൻ പകുതി വരെ ചപ്പാത്തിക്ക് കുഴക്കുള്ളൂ കേട്ടോ. പകുതി വെച്ചാൽ നമ്മൾ ആ വെള്ളമൊക്കെ കറക്റ്റാണോ എന്നതിലേക്ക് ഞാൻ ചപ്പാത്തി കുഴക്കും. ബാക്കി അവിടെ തന്നെ അന്വേഷണം കുഴക്കാൻ കേട്ടോ. ഇപ്പോൾ കുറച്ച് ആളായിട്ട് എന്താ വെച്ചാൽ ഈ കയ്യിനൊക്കെ വയ്യാണ്ടതിന് ശേഷം അന്വേഷണം ഞാൻ കുഴക്കുന്നത്. എനിക്ക് വിരലുകളും ഒന്നും അത്ര ഇതല്ല, കൈയും കാലിനൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറ്റത്തുകൊണ്ട് അതിൻ്റെയായിട്ടാണ് കുഴക്കുക. അപ്പോൾ അതിനായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല, അത്ര പെർഫെക്റ്റാണ്. അങ്ങനെ കുഴക്കുന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീളനായിട്ട് ഞാനിങ്ങനെ ഇതാക്കിയിടും. അതിന് ശേഷം ഞാൻ കത്തിയൊക്കെ കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് എത്ര വലുപ്പം ആവശ്യം അതിനനുസരിച്ച് കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഉരുട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുക, എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ഉണ്ടയിൽ ഇങ്ങനെ പറിച്ചെടുക്കണേക്കാളും എളുപ്പം ഇങ്ങനെ നീളനെ പോലെ ആക്കിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഉരുട്ടാൻ എളുപ്പമായിരിക്കും കേട്ടോ.
അങ്ങനെ നമ്മൾ ചപ്പാത്തി കുത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് മൈദ തൊട്ടിട്ട് ഞാനിത് ഇങ്ങനെ പരത്തിയെടുക്കുക. വേറെ പലകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ടൈലുമേ പാതി പുറത്തിട്ട് തന്നെയാണ് ഞാൻ ചപ്പാത്തി പരത്തുക. കറക്റ്റ് വട്ടം കാര്യങ്ങളൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത നിലയ്ക്ക് പരത്തിടുക. അപ്പം ഞാൻ ഒരുപാട് കട്ടി ഉള്ള ചപ്പാത്തി ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതാണ് നമ്മൾ ചപ്പാത്തി കനം കുറച്ചിട്ടാണ് നമ്മൾ പരത്തുക. അങ്ങനെ ഒരു ചപ്പാത്തി പരത്തി അങ്ങനെ ഇപ്പോൾ 18 ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ ഒരു 18 16, അപ്പോൾ 8 ഞാൻ മാറ്റി വെച്ചിട്ട് 2 ട്രിപ്പായിട്ട് പരത്തിയിട്ട് ചുടച്ചത്. ചപ്പാത്തി ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തീ നല്ല ഫുള്ളിലിട്ടിട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. അപ്പം എന്താ വെച്ചാൽ അപ്പം കല്ലക്കില്ലേ തീ ചുരുക്കി ഇട്ടിട്ട് ചുട്ട് കഴിഞ്ഞാലേ ചപ്പാത്തി പെട്ടെന്ന് കല്ലയ്ക്കും. അപ്പം ചട്ടി ചൂടായതിന് ശേഷം തീ കൂട്ടിട്ട് കൊടുക്കുക. ഞാൻ ചപ്പാത്തി പരത്തുന്ന നേരം കൊണ്ട് ഞാൻ ഇത് വെച്ചേക്കാം. ഞാൻ 16 ചപ്പാത്തി ഉണ്ട്. അങ്ങനെ 8 പരത്തിയെടുത്തു, 8 പരത്താണ്ട്. ഒറ്റയടിക്ക് പരത്തിയിട്ടല്ലേ അത് ഒട്ടി പിടിക്കടി. അപ്പം കുറേശ്ശെ പരത്തിന് ചുടണം. ചപ്പാത്തി അങ്ങനെ ഒരുപാട് നന്നായി പൊള്ളച്ച് വരണമെങ്കിൽ കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ പരത്താൻ. ഞാൻ നല്ല കനം കുറച്ചിട്ടാണ് പരത്തുക. ഞങ്ങൾക്ക് കട്ടിയുള്ള ചപ്പാത്തി അധികം ഇഷ്ടമില്ല, അതിന് കനം കുറച്ചിട്ടാണ്. പക്ഷേ നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചപ്പാത്തി മാവിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സോഫ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര കാര്യങ്ങളോ നെയ്യോ ബട്ടറോ എന്ത് വേണേൽ ചേർക്കാം. ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുക. അതെനിക്ക് അങ്ങനെ ഒരു കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ള ഒരു രീതിയായിട്ട് ചൂടാനൊക്കെ വീട്ടിലുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ചപ്പാത്തി ചൂടാൻ പഠിച്ചു തന്നാട്ടെ. ചപ്പാത്തി ചൂടുന്നതിനാണ് കേട്ടോ ചപ്പാത്തിയിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടിരിക്കാനുള്ളത് ഇങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ചപ്പാത്തി ഒരുപാട് നേരം തവയുടെ പുറത്ത് ഒരു വശം കിടന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് കല്ലേക്ക് കൂട്ടാം, പിന്നെ പോളം പൊന്തി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ചപ്പാത്തി ഇങ്ങനെ മറിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. എന്താ കേട്ടില്ല, നല്ല സോഫ്റ്റ് ചപ്പാത്തി വയറ് കാണുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് വെറുതെ എടുത്തിട്ട് കടിച്ചതിനാണ്. ചപ്പാത്തി എങ്ങനെയുണ്ടാ അടിപൊളിയാണ്. രാവിലെ വയറ് കത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പുട്ട കഴിച്ചത്. അപ്പൊ എനിക്കുണ്ട് ഛർദിക്കാൻ ഒരു വയറ് കളിച്ച് എനിക്കുണ്ട്. അതൊക്കെ ഗുളികൾ കഴിക്കുന്നത് എന്താന്ന് പറയുക, ഭയങ്കര വയറ് കളിച്ചുണ്ട്. ചപ്പാത്തി ഉണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട്. ഞാനാണ് ചപ്പാത്തി, എനിക്ക് ചപ്പാത്തി കഴിക്കാൻ എന്തെങ്കിലും കറിയോ ചായയോ എന്തെങ്കിലുമൊക്കെ വേണം, അല്ലാണ്ട് ഞാൻ ചപ്പാത്തി കഴിക്കില്ല. ചപ്പാത്തി നല്ല ദോശ എന്തെങ്കിലും കറിയോ കൂട്ടി കഴിക്കാൻ മധുരത്തിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുക്കണം. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ചെയ്ത കുട്ടിക്കാലത്ത് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് മേടിച്ച് പൊടിച്ചുണ്ടാക്കുന്ന ചപ്പാത്തി. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സ്മെല്ലും ഇപ്പോഴത്തെ ചപ്പാത്തിയോളില്ല. ഞാൻ ഇപ്രാവശ്യം പൊടി മേടിച്ചത് ഒരു സാധാ കമ്പനി മേടിച്ചിട്ട് എന്ന് വെച്ചാൽ അതിനെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഗോതമ്പിൻ്റെ സ്മെല്ല് പക്ഷെ കാര്യമില്ല. ആശീർവാദം തന്നെ നല്ലത്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ആശീർവാദം മേടിക്കണം. എന്താ പറയുക, അപ്പം അമ്മ രാത്രി ആകുമ്പോൾ ചപ്പാത്തി ചുട്ടേക്കൂട്ടാ. ഓ ചപ്പാത്തി നല്ല കട്ട ചട്നി, അമ്മയും അരച്ച നല്ല ചട്നിയും നല്ല മീൻകറി ഉണ്ടാവും രാത്രിക്ക്. എന്നിട്ട് രാത്രിയാണെങ്കിൽ അച്ഛൻ ഈ കേക്കും കപ്പലാണ്ടിയും മിക്സറും പാഴൊക്കെ കൊണ്ടു ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിക്കാൻ വയറുണ്ടായില്ല. എന്നാലും 1-2 കഴിക്കും. ആ കറാറുപടി അച്ഛൻ അന്നു തീർക്കണം അച്ഛന്. എന്നാൽ ശരി എടുത്തേക്കുന്നത് ഇഷ്ടമല്ല അച്ഛന്. മക്കൾ കഴിക്കട്ടെ അച്ഛനെ കുട്ടികളോട് പറയാം എല്ലാവരും. 3-4 ഉണ്ടല്ലോ. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി പിറ്റേ ദിവസം ബാക്കിയുണ്ടാവും. രാവിലെ എണീച്ച് അമ്മ നല്ല പാൽച്ചായ അതാ വെച്ചോ പാൽച്ചായ ഇട്ടിട്ട് പാൽച്ചായയിൽ ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ റോൾ ചെയ്തിട്ട് മുക്കിയിട്ട് കഴിക്കുകയാണ്. ഓ ഇതൊക്കെ എന്ന് പറയാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ചപ്പാത്തിയൊക്കെ. ഗോതമ്പ് പൊടിക്കണം, അതിന് ഒരു പ്രത്യേക ടേസ്റ്റിനാണ്. ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് ഇപ്പോഴത്തെ ചപ്പാത്തിയിലൊക്കെ ഇല്ല.
അപ്പോൾ ചപ്പാത്തിക്ക് ചൂടുവെള്ളമോ നമ്മൾ സോഫ്റ്റ് ഇട്ടാൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നല്ല പച്ചവെള്ളത്തിൽ കുഴച്ചത്. എൻ്റെ അമ്മ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ അമ്മ ഗോതമ്പിന്റെ ദോശ ഉണ്ടാക്കും. അതാ എളുപ്പമല്ല. ഇത്രയും ആൾക്കാർക്ക് ചപ്പാത്തി ഉണ്ടാക്കുക അത് മാത്രം ഒരു പണിയായിട്ട് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുടുംബത്ത് തൂറോളം പണിയല്ലേ. ചപ്പാത്തി അതും 6 മക്കളും ഭർത്താവും പണിക്കാരും. മാവ് മാതിരിയാക്കിയിട്ട് അതില് നാളികേരം ശർക്കര ഒക്കെ ഇട്ട് ചുരുട്ടുണ്ടാക്കും. അത് ദോശ പോലെ ഉണ്ടായിട്ട് ദോശ ഉണ്ടായിട്ടായിരിക്കും നാളികേരം ശർക്കര നാളികേരം പഞ്ചസാര ജീരകമൊക്കെ ഇട്ടിട്ട് ചുരുട്ടുണ്ടാക്കും. അത് ഞാൻ വന്നതിന് ശേഷം ഞാൻ കല്യാണം പിറ്റേ ദിവസം അതായത് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തോന്നുന്നു. യെസ്, അന്നേടെ തട്ടുമർത്തി കൊടുത്തിട്ട് ഇത് എന്തിട്ട് സാധനം ചോദിച്ചപ്പോ ഇത് കണ്ടിട്ടില്ല, അതിങ്ങനെ തിന്നാന്ന് പറഞ്ഞിട്ട് അന്നേടെ തിന്നുകയറ്റെന്ന് 3 സ്പെഷ്യലാണ്. പോർക്കളത്തെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് സ്പെഷ്യലാണ്. അന്ന് നിങ്ങളുടെ അമ്മയൊന്നല്ല, അന്ന് പിന്നെ അമ്മയെല്ലാം ഉണ്ടാക്കണം. അന്ന് കൂട്ടുകുടുംബല്ല, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ അമ്മ ഉണ്ടാക്കണം. അന്ന് അമ്മ ഉണ്ടാക്കണമെന്നല്ല. അമ്മയുടെ കൈയെല്ലാം ഉണ്ടാവുമല്ലോ. അമ്മ അന്ന് പച്ചക്കറി, ഞാൻ കൂടുതൽ വന്ന സമയത്ത് അമ്മ കൂടുതൽ പച്ചക്കറി നക്കരിക്കലും ചോറ് ഊറ്റുക അതൊക്കെ അമ്മയുടെ മെയിൻ പണി. അതിൻ്റെ ഇടയിൽ അമ്മക്ക് പണികൾ വേറുണ്ടല്ലോ. കഷ്ണങ്ങളൊക്കെ നന്നാക്കി തരിക, ചിലപ്പോൾ നാളികേരം ചെരുകി തരിക, ഇതൊക്കെയായിരുന്നു അമ്മ ചെയ്തത്. ഉണ്ടാക്കലൊക്കെ കുറേ മരുമക്കളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. അങ്ങനെ പണ്ടത്തെ കഥ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കുടുക്കീര് വിളിച്ചിട്ട് വരാം. എന്നാലും ചപ്പാത്തി പാൽച്ചായും അത് കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ്. പാൽച്ചായ കുടിക്കണമെങ്കിൽ പാല് എൻ്റെ വീട്ടിൽ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുക്കറിൽ കുറച്ച് ഉണക്കപ്പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുക്കളയിൽ. അപ്പോൾ അത് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എനിക്ക് വെന്തപ്പം ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചു, കടുക് പൊട്ടിച്ചു, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ കുത്തിയ മുളക്, കുറച്ച് മുളകും പൊടിയിട്ട് അങ്ങനെ നമ്മുടെ ഉണക്കപ്പയർ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടോ. എന്ന് വെച്ചാൽ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും ചോറുണ്ടെങ്കിൽ പിന്നെ ഒന്നും കറിക്ക് കിട്ടിയിരിക്കും. പിന്നെ തൈരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ടാട്ടോ. അച്ചാറും തൈരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറുണ്ടാകും. അപ്പോൾ ഞാൻ ഉപ്പേരിയുടെ പണി അങ്ങനെ കഴിച്ചു വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഞായറാഴ്ച ഒരു പെണ്ണ് കാണലുണ്ട്, കുഞ്ഞിൻ്റെ പെണ്ണ് കാണലുണ്ട്. അപ്പോൾ നമ്മളപ്പോഴേക്കും നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ കുറേയേറെ നാളെ ഇപ്പോൾ പണിക്ക് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ പണികൾ കുറച്ചുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അനേട്ടനെ ഹെൽപ്പറായിട്ട് വരാനുണ്ട്. പക്ഷേ ഇന്നും അനേട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു. അനേട്ടനെയും കിട്ടിയില്ല കേട്ടോ എനിക്ക്. അപ്പോൾ എന്തൊരു വീഡിയോ കുഞ്ഞെ കണ്ടപ്പോൾ കുഞ്ഞ് നോക്കാമ്മ എന്നിട്ട് ആ വീഡിയോ കാണിച്ചു തരാൻ വന്നിട്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇരുന്ന് ഫോണിൽ അവിടെ വെച്ചിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. കാണാൻ നിൽക്കുന്നത് കാണും കേൾക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പണികളും അതിൻ്റെ ഒപ്പം നടക്കണല്ലോ. കുണക്കിന് സ്കൂൾ പോകേണ്ട നേരം കാര്യമൊക്കെ. അപ്പോൾ ജസ്റ്റ് അപ്പോഴത്തെ ഒരു പണിയായിട്ട് ചെറിയ തോതിൽ ഞാൻ അടക്കളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് എന്താ വലിച്ചു വാരിയിട്ട് വയ്യാത്തൊരു സമയമില്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു പോകും. സമയമുള്ള ദിവസം ജസ്റ്റ് ഒന്ന് തുടച്ച് സെറ്റാക്കി ഇടും. പിന്നെ ഉച്ചത്തെ കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി എൻ്റെ എണ്ണമെഴുക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കിയിട്ടാണ്. പിന്നെ നമ്മുടെ കുളിക്കുമ്പോഴൊക്കെ സ്നാക്സ് ആക്കാൻ വേണ്ടിയിട്ട് മേശപ്പുറത്തൊക്കെ കൊണ്ടുവച്ചിട്ട് അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഞാൻ ഉരുക്കിനായിരുന്നു. ഞങ്ങൾക്ക് കുളിക്കാൻ ചൂടുവെള്ളം വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് നുറുക്കിയിടും കേട്ടോ. അപ്പോൾ അത് ഉരുക്കി വന്നപ്പോൾ കുറച്ച് പീനട്ട് ബട്ടറും പുരട്ടി അതുകൊണ്ട് മുറിച്ച് വെച്ചു കേട്ടോ. പിന്നെ ഈത്തപ്പഴം നട്ട്സും കൂടി വെച്ചിട്ടുണ്ട് കുണുക്കിക്ക്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞു. രണ്ടാളെ കുളിപ്പിച്ചു, ഞാൻ കുളിച്ചു, അന്നേട്ടം കുളിച്ചു. അങ്ങനെ ഞങ്ങൾ കുണുക്കിന് സ്കൂളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ കാറപ്പുറത്ത് നിർത്തിയിട്ട് ഞാൻ ഇറക്കട്ടെ. അപ്പോൾ കുണുക്കുമ്പോൾ ഉമ്മ കൊടുത്തു, കുണുക്കുമ്പോൾക്ക് ഉമ്മ കൊടുത്തു. അപ്പോൾ ഈ വീഡിയോ എടുക്കണമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് കുഞ്ഞ വണ്ടിയിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെ നമ്മളിത് അവരെന്നൊക്കെ സ്കൂളിലാക്കിയതിൻ്റെ ശേഷം ഞാൻ വരികയാണ് കേട്ടോ. അപ്പം രണ്ടാളെന്നെ ആക്കി വരുമ്പോൾ ടെൻഷനുണ്ട്. കുറച്ച് നേരത്തേക്ക് അവരെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. എന്നാലും വന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പോയി അങ്ങനെ മീനൊക്കെ മേടിക്കാൻ. എന്നിട്ട് മീൻ മേടിച്ചു, പച്ചക്കറിയൊക്കെ മേടിച്ച് അങ്ങനെ വന്ന് ഞങ്ങൾ കാപ്പിടിക്കായിരിക്കും. ഇതൊക്കെ ഒരു 10-11 മണിയൊക്കെ അതിൻ്റെ ഏകദേശം ഞങ്ങൾ ചായ കുടിക്കായിരിക്കുമ്പോൾ സാധനമൊക്കെ മേടിച്ച് വന്നതിന് ശേഷമായിട്ട് അങ്ങനെ നമ്മൾ ചപ്പാത്തിയും ചട്നിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുട്ടികളോട്ട് അമ്മ അങ്ങനെ ഉണ്ടാക്കിയിട്ട് തോന്നുന്നു ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും ചട്നിയും കൂടി കഴിക്കാട്ടോ. അപ്പോൾ ഈ പഞ്ചസാര കുറവാണ്. അപ്പോൾ അതിനായിട്ട് കാണാണ്ട് ഞാൻ പഞ്ചസാര ഇട്ടു. പക്ഷേ ഇളക്കണ നേരാകുമ്പോഴേക്കും അതിനായിട്ട് കൈയോടെ പൊക്കി എന്താണ് ഉണ്ണിയ പഞ്ചസാര ഇടുന്ന ഷുഗറല്ലേ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനായിട്ട് തരി പഞ്ചസാര ഇട്ട് ഞാൻ ചായ കുടിക്കട്ടെ എന്നൊക്കെ വെച്ചപ്പോൾ അങ്ങനെ സോപ്പിട്ടിട്ട് പറഞ്ഞു. അതിനായിട്ട് കാണിച്ചിട്ട് ഞങ്ങൾ അതിനായിട്ട് എന്തോ കാര്യം അങ്ങോട്ട് നോക്കുമ്പോൾ ഇട്ടു. പക്ഷേ അതിനായിട്ട് പിടിച്ചു കണ്ടു.
അങ്ങനെ കുഞ്ഞിന് ഞാനും കേട്ടോ ഒരു ഗ്ലാസ് ഫുള്ള് ഞാൻ കുടിക്കേണ്ടതേ കുഞ്ഞിന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പൊന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നോട് സംസാരിച്ചിട്ട് വീഡിയോ കോൾ പൊന്നിനെ ഞാൻ കുറേ നേരം അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. പൊന്നിൻ്റെ ഫോണിലേക്ക് കിട്ടണില്ല. ആക്കിയൊന്നും അവർ എണിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതിനായിട്ടെന്നോട് പറഞ്ഞിട്ട് എന്തിനാ അവർ വിളിച്ച് ശല്യം പിന്നെ അവർ എണിച്ചിട്ടുണ്ടാവില്ല അവർ ഉറങ്ങട്ടെ എന്നാണ് പറഞ്ഞോട്ടാ. അപ്പോൾ അങ്ങനെയൊന്നും അല്ല പറഞ്ഞോട്ടാ. അങ്ങനെ വീണ്ടും പൊന്നു വിളിച്ചപ്പോൾ നമ്മുടെ കാർത്തുമോളായിട്ട് സംസാരിക്കട്ടെ. കാർത്തുമോളോട് സംസാരിക്കുന്നതാണ് ഇത് അയ്യേനൊക്കെ വേണ്ടി അവളോട് പറയിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവൾക്ക് കാർത്തുമോൾ ഇവിടുന്ന് പോയിൻ്റ് ശരി അല്ലെങ്കിൽ ഫോണിലൊക്കെ വിളിച്ചാൽ ഭയങ്കര ചെറിയും കളിയൊക്കെ ആയിട്ട്. പക്ഷേ ഈ പ്രാവശ്യം പോയോട് കൂടിയിട്ട് കാർത്തു ചെറിക്കും കളിക്കൊണ്ട് കുറേ ദിവസമായിട്ട് ഇവിടെ ആയിരുന്നു. 10-15 ദിവസമായിട്ട് ഇവിടെ ആയിരുന്നു. പിന്നെ ഞങ്ങളൊന്നും ഇല്ലാണ്ട് പോയപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഇപ്പോൾ ചെറിയും കളിയൊന്നും ഇല്ല. പിന്നെ നമ്മൾ അരക്കിലോ 1 കിലോ നത്തോലിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ലൈലും 1 കിലോ നത്തോലി മേടിച്ചപ്പോൾ നത്തോലി ഞാൻ അച്ചാറിടാൻ കുറേ ദിവസമായിട്ടാണ് കുറച്ച് അച്ചാറിടാനും നത്തോലി മേടിച്ചിട്ടാണ് നത്തോലി അച്ചാറിടാൻ മേടിച്ചത് കേട്ടോ. പിന്നെ കാണാനുള്ള ചർച്ചയിലാണ് ഞാൻ ഏത് ഡ്രസ്സ് ഇടും എങ്ങനെ ഇടും എന്നുള്ള ചർച്ചയിലൊക്കെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ അതിൽ ഞാൻ കുറച്ച് നത്തോലി അച്ചാറിടാന്ന് വെച്ചാൽ കുറച്ച് നത്തോലി മേടിച്ചോണ്ട് 50 രൂപയ്ക്ക് അടിച്ചു കേട്ടോ. 1 കിലോ നത്തോലി മേടിച്ചു. മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും സൊറുക്കും വെച്ചിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അത് വറുത്ത് കോരി എടുക്കണം കേട്ടോ. അപ്പം കാട്ടിത്തരാം മീൻ കാട്ടിത്തരാം. അതിൽ കുറച്ച് ഉണ്ടൾക്ക് ചോറിന് മസാല പറ്റിയത്. പിന്നെ നത്തോലി കുറച്ച് മസാല പറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അച്ചാറുണ്ടാക്കാം. നത്തോലി അച്ചാർ അങ്ങനെ അച്ചാർ നല്ല പരിപാടി തുടങ്ങിയിട്ടാണ്. എല്ലാവരും ഈ നത്തോലി അച്ചാർ ഇട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയാം. പക്ഷെ നല്ല നത്തോലി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അച്ചാറിട്ട് ഡെപ്പലോട്. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ നത്തോലിക്ക് റേറ്റ് കുറവാണ് 100 രൂപയ്ക്കുള്ള കിലോ. അപ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ച് നമുക്ക് അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലോടത്തേക്ക് നമുക്ക് ഗൾഫിലോടത്തേക്ക് അതായത് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കിട്ട് അവർക്കൊക്കെ വേറെ ഒന്നും വേണ്ട. ഈ ഒരു തരി അച്ചാറിനെങ്കിൽ വയറ് നിറയെ നമുക്ക് ചോറും കേട്ടോ. എന്താ വെച്ചാൽ നല്ല എരിവും പുളിയും പിന്നെ മീനിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ ഈ അച്ചാറിലുണ്ട് കേട്ടോ. അപ്പോൾ ആരെയും ഉണ്ടാക്കാത്തവരെ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. മറ്റുള്ളവർ ഇങ്ങനെ ഉണ്ടാക്കുക എന്താണെന്ന് വയ്ക്കാം. അങ്ങനെ നമ്മൾ നത്തോലി അച്ചാറിന് ഒരു 3 ടീസ്പൂൺ മുളകും പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മീൻ വറുത്തത്, ഇഞ്ചി വെളുത്തുള്ളി. ഇനി കുറച്ചും കൂടി മീൻ വറുത്ത് കിട്ടാനായിട്ട് ഒരു നുള്ളും കൂടി ഉള്ളൂ. ഞാനിപ്പോൾ ഒരു നുള്ള് ഉലുവപ്പൊടി പിന്നെ കായം പിന്നെ കറിവേപ്പില എത്ര മാത്രം വേണ്ട കേട്ടോ നമുക്ക്. പിന്നെ സൊർക്ക് വേണം. ഞാൻ മറന്നു പോയതാണ് പറയാൻ. സൊർക്ക് വേണം. പിന്നെ നമുക്ക് ആവശ്യം സൊർക്ക് കേട്ടോ. സൊർക്ക് ആവശ്യമുണ്ട്. നമ്മൾ ആ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി ബാക്കിയുള്ള പരിപാടികളും നടത്താൻ പോകുന്നത്. അതായത് കടുക് പൊട്ടിക്കുക, മുളക് മുപ്പിക്കുക, നുള്ളു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തുണ്ട് ഉലുവ, ഉലുവ ഇട്ടു, കടുക് ഇട്ടു, ഇഞ്ചി ഇട്ടു, കറിവേപ്പില, വെളുത്തുള്ളി. ഇത് ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മളെ മുളക് പൊടിയൊക്കെ കൂട്ടിട്ട് പിന്നെ നമ്മൾ മീൻ വറുത്തേക്ക് ഉപ്പിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് വേണം. ഈ ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഒരു തരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് ഉപ്പല്ല. അപ്പം മുളകും പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, കായം, സാമ്പാർ കായം കേട്ടോ. പിന്നെ സൊറുക്കെടുത്തു ഞാൻ തുറന്ന് വെച്ച് ഒഴിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ നിരച്ചാൻ്റെ കഴിച്ചോ. സൊറുക്ക ഒഴിച്ചു കൊടുക്കുക. സൊറുക്ക പിടിക്കുന്ന
ഓക്കെ നമ്മളിത് സ്വർക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് മീറ്റ് കൊടുക്കാം കേട്ടോ. അടിപൊളിയാ. ചെറിയ ചട്ടിയായിന്ന് പറഞ്ഞാൽ കുറച്ചുള്ള ഇതിലേക്ക് സെറ്റ് ആവും നിൽക്കട്ടെ. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചൂട് സ്വർക്ക വയ്ക്കണം. ഇത് കണ്ട ഒരാൾക്ക് പൊന്നു ചേട്ടന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഞ്ഞെ തുണ്ട് ചേർത്ത് കൊണ്ട് കഴിച്ചേ. ഓക്കെ സെറ്റ്. കൂടെ വെച്ചിട്ട് എനിക്കൊന്ന് പിടിച്ചു തന്നെ മതി. നമ്മുടെ അച്ചാർ സെറ്റ് അതിൻ്റെ ചൂടാറിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ചൂടാറിയിട്ട് പാത്രം വെക്കാറില്ലേ? അത് ഇപ്പം തരാൻ ഉദ്ദേശിച്ചിട്ട് 2 ദിവസം തരാൻ ഉദ്ദേശിച്ചു. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആശ വന്ന് നോക്കുന്നതാണ് ടേസ്റ്റ് നോക്കാൻ ഒരാൾ. അച്ചാറിൻ്റെ നേരം കണ്ട മക്കളെ. അത് നത്തോലി ഇനി ഒരു ബോട്ടിലാക്കി വെച്ച് ചൂടാ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടും നമുക്ക്. അങ്ങനെ പണി കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഇടയ്ക്കിലുണ്ട്. മോറാൻ വന്നപ്പോഴായിട്ട് ഓർമ്മ നാളെ തങ്കമണിച്ച് പണിക്കുണ്ടല്ലോ, കുറച്ച് ഇഡ്ഡലിക്ക് എടുത്തേന്ന് വെച്ചിട്ട്. അപ്പോൾ വേഗം പോയിട്ട് ഞാൻ 1 മണിയായിട്ട് സമയം അങ്ങനെ കുറച്ച് ഇഡ്ഡലി അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു. പിന്നെ ഉലുവ, ഉഴുന്ന്, പരിപ്പ്, ഒരു 2 ടീസ്പൂൺ പരിപ്പും 1 2 ടീസ്പൂൺ ഉലുവയും ഉഴുന്നിന് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം പച്ചരിയൊക്കെ സെപ്പറേറ്റാണ് ഇട്ടുന്നത്. എന്താ ചെയ്യാനായിട്ട് അച്ചാറ് ചൂടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ സെറ്റ് ചെയ്യാം. പുളിപ്പൊക്കെ കറക്റ്റാ. ഒന്നും വേണ്ടത്. മീൻ പൊരിച്ചിലൊക്കെ സോഫ്റ്റ് ഇല്ല കടിച്ച കുടിക്കണൊക്കെ നല്ലതല്ലേ. അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ ഒതുങ്ങി സെറ്റായിട്ട് എന്താ പണിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പണിയില്ല. അടുക്കളയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ പറ്റുന്നുണ്ടോ അതുമില്ല. സത്യം പറഞ്ഞാൽ വയ്യാണ്ടായിട്ടൊന്ന് ശരിക്കും ടയർഡാക്കി തീരെ വയ്യ. നമ്മുടെ പണിയോട് ഏകദേശം കഴിഞ്ഞ് നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റേക്ക് ഒരു തണ്ടലൊന്ന് നിവർത്തുന്നുണ്ട്. തണ്ടലൊക്കെ ഭയങ്കര വേദന, ശരിക്കും വയ്യാണ്ടായിട്ട്. എന്താന്നല്ല തീരെ. അച്ഛൻ തീയേ നീ നോക്കുമ്പോൾ കിടക്ക അച്ഛൻ ഫാൻ തുടയ്ക്കുന്ന കുറച്ച് കലാപരിപാടികളൊക്കെ എൻ്റെ കിടക്കുമ്പോൾ മാറാലോ. അതുകൊണ്ട് ഞാൻ കിടക്ക് വിരി മാറ്റേണ്ടി വരും. നമുക്ക് കിടക്ക് വിരി മാറ്റാൻ പോവാം. എൻ്റെ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് കാണിച്ചാൽ സ്കൂളൊക്കെ വിട്ട് വന്ന് ശുന്തിരി മോള് ചുന്തിരി ഉച്ചയ്ക്ക് വന്നോട്ട് രണ്ടാളും ഉച്ചവരുള്ളല്ലേ. ശുഭം. നീ കുണക്ക് എൻ്റെ ടീച്ചറെ ഓണം കഴിഞ്ഞിട്ടുള്ളൂ. ടീച്ചർ ലീവാ കണ്ടോ.
ഫാനൊക്കെ തുടച്ചു. നമുക്ക് ഏസ് നിട്ടടാ. എൻ്റെ മുഖത്ത് കണ്ട പേസ്റ്റ് വേറെ ഒന്നല്ല, മീനിൻ്റെ എണ്ണ പൊട്ടിച്ചേട്ടാ കണ്ടതല്ല. ഇപ്പോൾ കുണുക്കം ചോദിച്ചപ്പോഴാ നമ്മുടെ മുഖത്ത് എന്തൊരു വെള്ളത്തിന് എനിക്ക് ഞാൻ മറന്നു. അത് പേസ്റ്റ് പറ്റി കുണിക്കുക. എന്ത് ഈ പെൻസിലും പേനൊക്കെ കൊണ്ടേക്ക് കുണിക്ക് കൊണ്ടേക്കിടി. ഇനി വീട് വലിച്ചു വാരിയിട്ടില്ല, എളുപ്പമല്ല വീട് ഒതുക്കാൻ തന്നെ നല്ല പണിയാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ച പെണ്ണ് കാണലായിക്കാനും നല്ല പണിയുണ്ട്. നാളെ ഇച്ചിരി തങ്ങണിച്ചിച്ചോട് പണിക്കാറുണ്ട്. മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറിക്കണം, കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇത്ര പണിയാകുമ്പോഴേക്കും നമ്മുടെ പീസൊക്കെ പോയി. നമ്മളൊക്കെ മരുന്ന് കഴിച്ചിട്ട് ആകെ ഒരു ഇതായി, ശരീരത്തിനൊന്നും ഒരു ബലമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇനിയിപ്പോൾ തുണി മടക്കാൻ കൊണ്ടിട്ടുണ്ട്, അത് മടക്കും വേണം. 10 മിനിറ്റ് നടു നിവർത്ത് വേണം. ആർക്കൊക്കെ ചോറ് വേണം വെച്ചപ്പോൾ ഒരാളൊരു അക്ഷരം മിണ്ടണില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് നടന്നു എല്ലാവർക്കും കൂടെ ചോറ് ആവശ്യം. അച്ഛനുണ്ട്, തൈരുണ്ട്, പേരുണ്ട്, മീനൊത്തതുണ്ട്. അങ്ങനെ നമ്മളെ കട്ടൻ ചായ വെക്കാട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനും അനിയേട്ടനും കുടിക്ക് ഈ റൂമിലാണ് തുടങ്ങി, കുഞ്ഞിന് കൊടുക്കണം ഈ റൂമിലാണ് തുടങ്ങി. ഇനിയിപ്പോൾ കട്ടൻ ചായ എല്ലാ ദിവസവും ഒന്നില്ല, കട്ടൻ ചായ വെക്കുമെന്ന് മാത്രം. അങ്ങനെ അനിയേട്ടന് മാത്രം വയ്ക്കും. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, എന്തെങ്കിലും പാത്രത്തിൽ പാപ്പുണ്ടെങ്കിൽ കട്ടൻ ചായ വെച്ച ചിലവാകും, അല്ലെങ്കിൽ ഇത് ആർക്കും വേണ്ട. അപ്പം ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി 2 സാധനം മേടിച്ചു. ചിലവാകുമെന്നൊന്നും അറിയില്ല, ഓക്കെ എന്നെ വിളിച്ച് കൊടുത്തു വയ്ക്കോട്ടെ. അവിടെ ചായ റെഡി. എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇതുപോലൊരു പാത്രമല്ലേ. ചിലപ്പോൾ അത് മിക്ക ദിവസം കാര്യമാവും കേട്ടോ. ഞാൻ അങ്ങനെ മേടിച്ചു വയ്ക്കാറൊന്നുമില്ല. ഇന്ന് എന്തായാലും കാര്യം. അങ്ങനെ നമുക്ക് ചില ദിവസം മാത്രം തോന്നുന്ന കാര്യമുണ്ട്, കുറച്ച് ചായയൊക്കെ കുടിച്ചാലോന്ന് അങ്ങനെ തോന്നിയൊരു ദിവസമായി. കാരണം ചായക്ക് കുറച്ച് പാപ്പൊക്കെ മേടിച്ച് ഡപ്പയുടെ ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു വെളിച്ചെണ്ണപ്പം എടുത്തിട്ട് 4 പീസാക്കി വെച്ചിട്ടോ. നെയ്യപ്പം എന്ന് പറയും, വെളിച്ചെണ്ണ പലയിടത്ത് പല പേരാട്ടേക്ക് അറിയില്ല. ഞങ്ങളവിടെ വെളിച്ചെണ്ണപ്പം എന്നാണ് അയ്യപ്പം, ഉണ്ണിയപ്പത്തിൻ്റെ വലുതുള്ളതില്ല അതിന് പറയാം കേട്ടോ. അത് 4 പീസായിട്ട് വെച്ചു. 2 സൈനാസൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് ബ്രെഡും കാരണം രാവിലത്തെ ചപ്പാത്തി ബാക്കിയുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ ചായക്ക്. അപ്പോൾ അതൊക്കെ കൂടി കൊണ്ടുവച്ച് ചായ കുടിക്കാനുള്ള പരിപാടി. അപ്പോൾ ആരും എണിച്ചിട്ടില്ല, കുണിക്കുക എണിച്ചിട്ടില്ല, കുഞ്ഞോറിയിച്ചില്ല കേട്ടോ. ഞാനും എന്നേട്ടൻ ഉറങ്ങി എണിച്ചു. എന്നേട്ടൻ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാണ്ട് വേണ്ടി വേസ്റ്റ് കളഞ്ഞ ബക്കറ്റൊക്കെ വേണ്ടി പുറത്തേക്ക് പോയിക്കാണ്. ആ നേരം കൊണ്ട് ഞാൻ ചായയും കാര്യമെല്ലാം ഉണ്ടാക്കണം. ആ നേരത്തെ എന്നേട്ട് ഉറങ്ങി എണിച്ചു വന്നിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ പട്ടി വന്ന് കിടക്കും. വല്ലാത്തൊരു ശല്യം കേട്ടോ. പിന്നെ എന്നേട്ടൻ അങ്ങനെ പട്ടീനാണ് പിന്നെ ഭയങ്കര ഇതാണ്. ചവിട്ടിയൊക്കെ എടുത്ത് പുറത്തിട്ട് കഴുകി, പിന്നെ കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ച് സിറ്റ് ഔട്ടൊക്കെ തുടച്ച് കഴുകി വൃത്തിയൊക്കെ ഇട്ടിട്ടാനായിട്ട് പെനോയിൽ അതൊക്കെ ഒഴിച്ച് വൃത്തിയൊക്കെ ഉണ്ടാകാനാണ്. ഞങ്ങൾക്ക് ഈ പട്ടിയുടെ സ്മെല്ലൊക്കെ ഭയങ്കര ഒരു ഇതാട്ടോ. അപ്പോൾ ക്ലീൻ ആക്കാനായിട്ട് അവിടെ. അപ്പോൾ അതിനായിട്ട് ചായ കുടിക്കപ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ അതിനായിട്ട് ഇനി കുളിച്ചിട്ടേ ചായ കുടിക്കുള്ളൂ, കുളിക്കാണ്ട് ചായ കുടിക്കുന്നത്. എന്താ വെച്ചാൽ അങ്ങനെ തുടച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൈ ആൾക്ക് തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വരാം, അപ്പോൾ നിങ്ങൾ ചായ കൊണ്ടുവച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ കൊണ്ടുവച്ചിട്ട് പിള്ളേരെ വിളിയോട് വിളി, ആരും എനിക്കുന്നു ഒരാളും എനിക്കും എല്ലാം വെച്ചിട്ട് ഞാൻ റെഡി ഇരിക്കട്ടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ കുണുക്കൻ്റെ ടീച്ചർ, അതായത് കുണുക്കിൻ്റെ ടീച്ചർ ഒരു 6:30 നേരത്താണ് കേട്ടോ മെസ്സേജ് അയക്കുക ഗ്രൂപ്പിൽ. ഇന്ന് എന്തൊക്കെയാണ് ക്ലാസ്സിലെടുത്ത് എന്തൊക്കെയാണ് നാളെ ഹോംവർക്ക് ഉള്ളതെന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കേൾക്കട്ടെ. എനിക്ക് ടീച്ചറുടെ ശബ്ദം കുഞ്ഞ് ശബ്ദമായിക്കാരണം ചെവിട്ടിലിങ്ങനെ ശ്രദ്ധിച്ച് ഇന്ന് കേൾക്കട്ടെ. എന്താ വെച്ചാൽ നല്ലവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പണി. അപ്പോൾ അതൊക്കെ ഇന്ന് കറക്റ്റ് ചെയ്ത് കേൾക്കുക കേട്ടോണ്ടിരിക്കട്ടെ. അവർ എനിക്ക് വന്ന പിന്നെ ഒന്നും കേൾക്കാനോ ഒന്നും ഓളിയും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിരുന്ന് കേൾക്കണേൻ്റെ കുണുക്കി അവിടെ നിന്നിട്ട് അച്ചാന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞെടുക്കാൻ പോയി സമ്മതിച്ചില്ല, ഞാൻ എടുക്കാൻ പോയി സമ്മതിച്ചില്ല. ഞാൻ ആദ്യം എടുക്കാൻ പോയി സമ്മതിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞും പോയി സമ്മതിച്ചില്ല. അവൾക്ക് അച്ഛൻ ഉറങ്ങി കഴിഞ്ഞാൽ കുണുക്കിക്ക് അച്ഛൻ തന്നെ വേണം കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് വിളിക്കുന്നു. അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ കൈ ചീത്ത പിന്നെ അച്ഛൻ കുളിച്ചിട്ട് വരാം, അച്ഛൻ കുളിച്ചിട്ട് വരാം. ആരോട് പറഞ്ഞു, ഇവരോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞിനോട് എന്തൊക്കെയോ കുശലങ്ങൾ പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കട്ടെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ നേരത്തെ അനുവേട്ട കുണിക്കുമ്പോളേനെ എടുത്ത് കൊണ്ടിൻ്റെ കയ്യിൽ നിന്നപ്പോൾ ഭയങ്കര ശീലക്കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് അവളെ തട്ടി കൊടുത്ത് സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.